ഏലപ്പാറ തണ്ണിക്കാനത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം അധികൃതരുടെ അവഗണനയെ തുടർന്ന് കാടുകയറി നശിക്കുന്നു. ഏലപ്പാറയിലെ കാർഷിക മേഖലയുടെ ഉന്നമനവും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയും ലക്ഷ്യമിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് ഇപ്പോൾ പൂർണ്ണമായും നാദനില അവസ്ഥയിൽ ആയിരിക്കുന്നത്. 15 ലക്ഷം രൂപ ചെലവിൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് തണ്ണിക്കാനത്ത് കൃഷിഭവനോട് ചേർന്ന് കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായിരുന്ന സിറിയക് തോമസ് തന്റെ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ചുനാൾ മാത്രമാണ് വിപണന കേന്ദ്രം കൃത്യമായി പ്രവർത്തിച്ചത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഇവിടെ എത്തിച്ച് വിപണനം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു. ഏലപ്പാറ പഴയ വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്ത് കാർഷിക വികസന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേമനിധി ഒരു ഓഫീസ് തുറന്നായിരുന്നു. 2021-ലാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇതുവരെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടൊരു പ്രയോജനവും പെട്ടിട്ടില്ല. അവിടെ കാട് കയറി ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. പാമ്പും ഒക്കെയാണ് അവിടെ ഭയങ്കരം. അതുകൊണ്ട് എത്രയും വേഗം അത് തുറന്നു കൊടുക്കണമെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് തുറന്നു കൊടുക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വർഷങ്ങളായി അടങ്ങിക്കിടക്കുന്ന കെട്ടിടവും പരിസരവും ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ വെറുതെ കിടന്ന് നശിക്കുന്നതിനെതിരെ കർഷകർക്കിടയിലും നാട്ടുകാർക്കിടയിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കാർഷിക വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.